ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡിൽ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്നുള്ളത് തൊടുപുഴയ്ക്കടുത്തുള്ള നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ മേലുകാവിനും ഇല്ലിക്കൽക്കലിനും ഇടയ്ക്കാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇവിടുത്തെ റോഡാണ്. നല്ല കിടിലം വഴിയാണ്. ഇതിന് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നടന്ന് മുകളിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ളത് ജീപ്പാണ്. അപ്പോൾ അവിടെ ജീപ്പുണ്ട്. ആ ജീപ്പിന് ഏകദേശം 500 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വരാൻ പറ്റും. കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരമാണെങ്കിൽ അതൊരു ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് വേണമെങ്കിൽ ജീപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽക്കല്ലൊക്കെ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഇല്ലിക്കൽക്കല്ലിൽ മാത്രമല്ല 360 വ്യൂ കിട്ടും നമുക്ക്. ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഇലവീഴ പൂഞ്ചിറ സിനിമ ഷൂട്ട് ചെയ്തത് മൊത്തം ഇതിനകത്താണ്. ഇതിപ്പം യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റേഡിയോ സ്റ്റേഷനാണ്. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പം നിലവിൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള മലങ്കര ഡാമിൻ്റെ വ്യൂ, അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ എൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഭാഗങ്ങൾ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ കിട്ടിയില്ല തന്നെ നമ്മുടെ മേലുകാവിൻ്റെ അവിടെ നിന്ന് എല്ലിക്കൽക്കല്ല് റൂട്ടിലേക്ക് വരിക. അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടിക്ക് നമുക്കിതിൻ്റെ ഏകദേശം എൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റും. അവിടെ നിന്ന് വേണമെങ്കിൽ ജീപ്പിന് മുകളിലേക്ക് കയറി വന്നാൽ മതി. ഈ ഒരു ഒറ്റ ട്രിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലിക്കൽക്കല്ലും കട്ടിക്കയം വാട്ടർഫോളിനും കൂടെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ട്രിപ്പ് നല്ല കിടിലമായിരിക്കും. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മെയിനായിട്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലേക്കും ഉണ്ട്. ഇലവീഴ പൂഞ്ചിറ ലേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മൾ ഇല്ലിക്കൽക്കല്ലിൻ്റെയും കട്ടിക്കയം വാട്ടർഫോളിൻ്റെയും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.